ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരം ഇവിടെ പരിചയപ്പെടുത്താം. അതുണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി ഇവിടെ കാണിക്കാം കേട്ടോ കൂട്ടുകാരെ. ഈ പലഹാരം അധികം ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇതിന് ഞങ്ങൾ പറയണത് പത്രവോട എന്നാണ്. ഈ കാട്ടുതാളുണ്ടല്ലോ, ഈ കാട്ടുതാള് വെച്ച് ചെയ്യുന്ന ഒരു പലഹാരമാണ്. അതായത് ചേമ്പല കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരം. അതിനാവശ്യമുള്ളത് ചേമ്പലയാണ്, ഈ കാട്ടുതാളിന്റെ ഇല. അതുപോലെ തന്നെ പച്ചരി വേണം. 1/2 കിലോ പച്ചരി കുതിർത്താനിട്ടതാണ്. കാട്ടുതാളായതുകൊണ്ട് നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പൊ ഈ ചൊറിച്ചിലൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി പുളി ആവശ്യമുണ്ട്. ഇതില് വാളംപുളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പുളിക്ക് പകരം ഇരുമ്പം പുളി, അതുപോലെ വരയൻ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ പുളി ആയാലും യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം പുളി വേണം. അതുപോലെ തന്നെ തേങ്ങ വേണം. അപ്പൊ ഒരു 1.5 മുറി തേങ്ങ ചെരുവിയതാണ്. അരി അങ്ങോട്ട് കുതിർന്നു വന്നു കഴിഞ്ഞാല് ഈ തേങ്ങയും അരിയും അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കണം ഈ മാവ് അരയ്ക്കുമ്പോഴേക്കും. മാവ് അരച്ചെടുക്കുമ്പോഴേക്കും അതിലേക്ക് ആ പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളം ഒഴിച്ചങ്ങോട്ട് അരച്ചെടുക്കണം. കാരണം വെള്ളം അധികം പാടില്ല, നല്ല കുറുകുറാന്നിരിക്കണം ആ മാവ്. മാവേ ഇതേപോലെ നല്ല കട്ടിയില് ആയിരിക്കണേ. കാരണം നമുക്കത് ആ ഇലയിലൊന്ന് പരത്തി കൊണ്ട് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ചേമ്പലൊന്ന് നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ നാരൊക്കെ ഒന്ന് എടുത്ത് കളയണം. കണ്ടോ, ഇതേപോലെ തന്നെ അതിന്റെ തണ്ടുണ്ടാവില്ല, ആ തണ്ടിന്റെ ഭാഗം വെച്ച് ഒന്ന് കത്തി വെച്ച് ഒന്ന് ഇതാക്കി കഴിയുമ്പോഴേക്കും അതിന്റെ നാര് ഒക്കെ അങ്ങോട്ട് പറിച്ചു കളയണം. ഇപ്പൊ ചെറിയ ഇലയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അത് വലിയ മൂക്കാത്തായിരിക്കും. അല്ലെങ്കിൽ നാരുണ്ടാവും, നാര് കൂടുതലാണല്ലോ. ആ നാരൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഈ ചേമ്പലയൊക്കെ വെച്ചുള്ള സാധനങ്ങൾ കഴിക്കാൻ, ചേമ്പലയൊക്കെ കഴിക്കാനായിട്ടുള്ള ടൈം ഇതാണ്, ഈ കർക്കിടക മാസം. അതായത് നല്ല മഴ പെയ്തു കഴിഞ്ഞാല് ചേമ്പലയിൽ ചെറിയ വെള്ളപ്പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം പോയി അതിന്റെ ചൊറിച്ചിലൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. ഈ സമയത്താണ് ചേമ്പല വെച്ചിട്ടുള്ള കറികള്, താളിന്റെ കറി, അതുപോലെ ഇതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിപ്പോ എങ്ങനെ റെഡിയാക്കണേന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒരു വലിയൊരു വാഴല കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ഒരു ചേമ്പല ഇതേപോലെ കമത്തി അങ്ങോട്ട് ആദ്യം വെക്കണം. അപ്പൊ നമ്മൾ അരച്ചെടുത്ത മാവുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം നൈസായിട്ട് അതിലേക്ക് ഒന്ന് പരത്തണം. അത് ഇതേപോലെ അങ്ങോട്ട് പരത്തി ആ ഇല മൊത്തം അങ്ങോട്ട് പരത്തി അങ്ങോട്ട് വെക്കണേ ആദ്യം. ഇതേപോലെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് വെച്ചിട്ട് അടുത്ത ലെയർ ഇല അങ്ങനെ അതിന്റെ മുകളിലേക്ക് വെക്കണം. അതുകൊണ്ട് ഇതേപോലെ അടുത്ത ലെയറും ഇല ഇങ്ങനെ വെച്ച് അതിന്റെ മുകളിലും ഇങ്ങനെ മാവ് അങ്ങോട്ട് പരത്തണം. ഇതേപോലെ ഒരു 3-4 ലെയർ ഇതേപോലെ ഇല വെച്ച് അതുപോലെ തന്നെ മാവ് നൈസായിട്ട് അങ്ങോട്ട് പരത്തി കഴിഞ്ഞാല് നമുക്ക് ഇതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് മടക്കി അങ്ങോട്ട് എടുക്കണം. ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഇലകളൊക്കെ വെച്ച് ഇതിലേക്ക് മാവെല്ലാം പരത്തി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഏറ്റവും അടിയിലുള്ള ഇല അങ്ങോട്ട് എടുത്തുകൊണ്ട് ഇതേപോലെ അങ്ങോട്ടൊന്ന് മടക്കി അങ്ങോട്ട് ആദ്യം എടുക്കണം. എന്നിട്ട് ആ വാഴല കൂടി ഒന്ന് അതിലേക്കൊന്ന് പൊതിഞ്ഞിട്ട് ഒരു വാഴലയുടെ തന്നെ ഒരു വള്ളി, ഈ വാഴയുടെ തണ്ടുണ്ടാവില്ല, അതിന്റെ ആ വള്ളി എടുത്തിട്ട് അതൊന്ന് നല്ലവണ്ണം കൊണ്ട് ചുറ്റി അങ്ങോട്ട് കെട്ടണം. എല്ലാം റെഡി ആയി കഴിയുമ്പോഴേക്കും ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിക്കണം. കാരണം കുറച്ച് നേരം വേവിച്ചാൽ ഇത് റെഡിയായി കിട്ടുള്ളൂ. ഒരു അരമണിക്കൂറോളം വേവാനുണ്ടാവും. അപ്പൊ ആ വെള്ളം അതിനനുസരിച്ച് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല വെണ്ണം അങ്ങോട്ട് വേവിച്ചെടുക്കണം. കാരണം നമ്മുടെ ഒരു ലെയർ ആയിട്ടാണല്ലോ മാവും ഇലയും വെച്ച് ചെയ്തേക്കണത്. നല്ല വെണ്ണം കൊണ്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പലഹാരം റെഡിയാവും. ഈ പറഞ്ഞ പലഹാരം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം പുളിപ്പ് വേണം. കാരണം പുളിപ്പില്ലെങ്കിൽ ചേമ്പലയുടെ ചൊറിച്ചിൽ അറിയാൻ പറ്റും. പിന്നെ കുറച്ച് എരിവ് വേണം, പിന്നെ ഉപ്പ്, എല്ലാം പാകത്തിനായി കഴിഞ്ഞാൽ നല്ല അടിപൊളി പലഹാരമാണ് ചേമ്പല പലഹാരം. വേവിച്ച് കഴിയുമ്പോഴേക്കും ആ ഇതുണ്ടല്ലോ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കി ഇതേപോലെ എടുത്തു കഴിഞ്ഞാല് നമ്മളത് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് അതങ്ങനെ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് മറിച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇതേപോലെയുള്ള ഒരു പലഹാരം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പലഹാരങ്ങൾ കഴിക്കാൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണേ. ഒരു വീഡിയോ ഇട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.